ഒരു ഉപകാരമില്ലാത്തൊരു പോക്ക് പോകാൻ കേട്ടാ. എന്തിനാണെന്നറിയോ? മത്തി വാങ്ങാൻ. ഇവിടെ ആരോ നല്ല പിടക്കണ മത്തി കിട്ടുമെന്ന് തള്ളി മറിച്ചിരുന്നു. അപ്പം അത് കേട്ട് കവറും തൂക്കി ഇറങ്ങിയതാണ്. എന്നും കാണുന്ന നീലയും വെള്ളയും ചുവപ്പും കൂടി ആ ട്രെയിൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇതല്ലേ ശരണുള്ളൂ. നാട്ടിൽ 100 മീറ്റർ അപ്പുറത്തേക്ക് ബൈക്ക് എടുത്ത് പോയാൽ ഞാനപ്പോൾ മത്തി വാങ്ങാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോണേ. ഇതാണ് നമ്മുടെ നാടും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ മത്തി കിട്ടുമെന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ സ്റ്റേഷൻ എത്തിയിട്ടാ മത്തിക്കട അന്വേഷിച്ച് നടക്കുമ്പോൾ കുറേ യൂറോപ്യൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാട്ടാ. ട്രാമുകളും കുറേ യൂറോപ്യൻ ബിൽഡിങ്ങുകളും ഷോപ്പുകളൊക്കെ കാണാട്ടാ. അസുഖം വന്ന സമയത്ത് ചികിത്സ കിട്ടില്ല എന്നുള്ള കാര്യം വെച്ച് ബാക്കി എല്ലാം അടിപൊളിയായിട്ടാ യൂറോപ്പ്. ഒരു രക്ഷയില്ല. കാണാനും നല്ല ഭംഗിയാണ്, വെതറും കൊള്ളാം, എല്ലാം കൊള്ളാം. യൂറോപ്പിലെ എല്ലാ സ്ഥലവും എങ്ങനെയാണോ വെച്ചാൽ എനിക്കറിയില്ല കേട്ടാ. സ്വിറ്റ്സർലാൻഡ് എന്തായാലും കൊള്ളാം. ഞാൻ ഇപ്പോൾ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ തപ്പി പിടിച്ച് മത്തി കിട്ടണ കൂപ്പിൻ്റെ മുമ്പിൽ എത്തിയിട്ടാ ഞാൻ. ഇതാണ് മത്തി കിട്ടണ കൂപ്പ്. പക്ഷേ ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ മത്തിയും കത്തിയൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടാ. ഞാനതിൻ്റെ ഉള്ളിൽ മൊത്തം നടന്നു നോക്കി. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള കൂപ്പ് പോലൊക്കെ തന്നെ. ഇതിനാണിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 നിലയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടത്തെക്കാളും വലിപ്പമുണ്ട്. ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും കേട്ടോ. എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അവിടെയൊക്കെ നോക്കി, എനിക്ക് കിട്ടിയില്ല. ഞാൻ അവസാനം പട്ടി ചന്തയ്ക്ക് പോയ പോലെ അവിടുത്തെ ഇറങ്ങിപ്പോന്നു. അങ്ങനെ മത്തി വാങ്ങൽ ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനി ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് ബാക്കി വല്ല സാധനങ്ങളും വാങ്ങി കുടുംബത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് പോന്നു. അപ്പോൾ ശരി കേട്ടാ, സീ യു.